Hello students, today in this video we are starting a lecture series on the subject compressible fluid flow. These are the main topics we will be discussing in this module: syllabus, objective, introduction, basic terminologies, rate equations for a control volume. First of all, syllabus. This is the syllabus for module 1, and in this module we will be discussing introduction to compressible flow, concept of continuum, system and control volume approach, conservation of mass, momentum and energy, stagnation state, compressibility, entropy relations, wave propagation, acoustic velocity, Mach number, effect of Mach number on compressibility, pressure coefficient, physical difference between incompressible, subsonic, sonic and supersonic flows, Mach cone, sonic boom, reference velocities, impulse function, adiabatic energy equation, and representation of various flow regimes on steady flow adiabatic ellipse. Next one, objective. The first objective of this subject is understand the basic concepts of gas dynamics. ഈ ഒരു സെൻറ്റൻസിൽ ഗ്യാസ് ഡൈനാമിക്സ് എന്നുള്ളൊരു ടേം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നുള്ള സബ്ജക്റ്റിൻ്റെ മറ്റൊരു പേരാണ് ഗ്യാസ് ഡൈനാമിക്സ്. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഗ്യാസ് ഡൈനാമിക്സ് അല്ലെങ്കിൽ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നുള്ള സബ്ജക്റ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് objective is to familiarize with behavior of compressible gas flows. Compressible gas flows inde behavior മനസ്സിലാക്കുക എന്നുള്ളതാണ് second objective. Recognize various types of compressible flow problems encountered in practice. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കംപ്രസിബിൾ ഫ്ലോ പ്രോബ്ലംസ് പല രീതിയിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതെല്ലാം സിറ്റുവേഷൻസിലാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് തേർഡ് ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് വൺ, ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സബ്സോണിക് ആൻഡ് സൂപ്പർസോണിക് ഫ്ലോസ്. നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പിന്നീട് പഠിച്ചു വരുമ്പോഴേക്കും നമ്മൾ പഠിക്കുന്ന രണ്ട് ടേംസ് ആണ് സബ്സോണിക്കും സൂപ്പർസോണിക്കും ഫ്ലോസ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് വൺ, ടു ഫെമിലിയറൈസ് വിത്ത് ഹൈ സ്പീഡ് ടെസ്റ്റ് ഫെസിലിറ്റീസ്. അതായത് നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ 6th മൊഡ്യൂളിൽ നമ്മൾ ടെസ്റ്റ് ഫെസിലിറ്റീസ്, അതായത് വിൻഡ് ടണൽസ് പോലുള്ള ടെസ്റ്റ് ഫെസിലിറ്റീസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈ സ്പീഡ് ടെസ്റ്റ് ഫെസിലിറ്റീസിനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് വൺ, മോഡൽ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് ആൻഡ് സോൾവ് ദം ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതായത് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസിനെ മോഡൽ ചെയ്യുക, അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് വൺ, ബ്രേക്ക് ഡൗൺ ഓഫ് മെക്കാനിക്സ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഡീൽ ചെയ്യണത്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അതായത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ്. അതായത് ഫോഴ്സിനെ പറ്റിയും ഫോഴ്സിൻ്റെ ഇഫക്ട്സിനെ പറ്റി പഠിക്കുന്ന സയൻസിനെയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയാം. ഇനി ഈ ഒരു മെക്കാനിക്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഡൈനാമിക്സ്, മറ്റൊന്ന് സ്റ്റാറ്റിക്സ്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്നുള്ളത് സ്റ്റേഷനറി ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇഫക്ട്സിനെ പറ്റി പഠിക്കുന്നതാണ് സ്റ്റാറ്റിക്സ്. അതേസമയത്ത് ഒബ്ജക്റ്റ് മൂവിങ് ആണെങ്കിൽ ആ മൂവിങ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇഫക്ട്സിനെ പറ്റി പഠിക്കുന്നതാണ് ഡൈനാമിക്സ്. അപ്പോൾ ഈ രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, വെദർ ദി ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഓർ നോട്ട്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്ത് വയ്ക്കുക. ഇനി മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് അനുസരിച്ച് നമുക്ക് വേറൊരു രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതാണ് സോളിഡ് മെക്കാനിക്സും ഫ്ലൂയിഡ് മെക്കാനിക്സും. അതായത് നമ്മുടെ മെറ്റീരിയൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റീരിയൽ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ സോളിഡ് മെക്കാനിക്സ് എന്നും, അതേസമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നും പറയും. ഇതിൽ നമ്മൾക്ക് സോളിഡ് മെക്കാനിക്സ് എന്നുള്ളത് 3rd സെമസ്റ്ററിൽ നമ്മൾ MOS അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ളത് MOF മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള രീതിയിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സോളിഡ് മെക്കാനിക്സ് ആവശ്യമില്ല, നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സ് നമുക്കറിയാം, ഫ്ലൂയിഡ് മൂവിങ് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റേഷനറി ആവാം. അപ്പോൾ ആ രീതിയിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സും ഫ്ലൂയിഡ് ഡൈനാമിക്സും. അതായത് സ്റ്റേഷനറി ഫ്ലൂയിഡിൽ ഫോഴ്സിൻ്റെ ഇഫക്ട്സിനെ പറ്റി പഠിക്കുന്നതാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. അതേസമയത്ത് മൂവിങ് ആയിട്ടുള്ള ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൽ ഫോഴ്സിൻ്റെ ഇഫക്ട്സിനെ പറ്റി പഠിക്കുന്നതാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. പാസ്കൽസ് ലോയും മറ്റും ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയത്ത് ബെർണോളീസ് ലോയും മറ്റും നമ്മൾ പഠിച്ചത് ഫ്ലൂയിഡ് ഡൈനാമിക്സിലാണ്. ഇനി ഫ്ലൂയിഡ് എന്നുള്ളത് രണ്ട്, അതായത് ലിക്വിഡിൻ്റെയും ഗ്യാസസിനെയും ചേർന്ന് പറയുന്നതാണ് ഫ്ലൂയിഡ്. സോ ഫ്ലൂയിഡ് ഡൈനാമിക്സ്
ഈ രണ്ട് രീതിയിൽ, അതായത് ഗ്യാസിൻ്റെ ഡൈനാമിക്സും ഉണ്ട്, അതേപോലെ ലിക്വിഡിൻ്റെ ഡൈനാമിക്സും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സിന് രണ്ട് ക്ലാസിഫിക്കേഷൻ വരും. അതാണ് ഗ്യാസ് ഡൈനാമിക്സും അതേപോലെ ലിക്വിഡിൻ്റേത് ഹൈഡ്രോ ഡൈനാമിക്സും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഗ്യാസ് ഡൈനാമിക്സും അതേപോലെ ഹൈഡ്രോ ഡൈനാമിക്സും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്യാസ് ഡൈനാമിക്സ്? അതായത് മൂവിങ് ആയിട്ടുള്ള ഗ്യാസസിൽ ഫോഴ്സസിൻ്റെ ഇഫക്ട്സിനെ പറ്റി പഠിക്കുന്ന സയൻസ് ആണ് ഗ്യാസ് ഡൈനാമിക്സ്. അതേസമയത്ത് മൂവിങ് ആയിട്ടുള്ള ലിക്വിഡിൽ ഉള്ള ഫോഴ്സിൻ്റെ ഇഫക്ട്സിനെ പറ്റി പഠിക്കുന്നതാണ് ഹൈഡ്രോ ഡൈനാമിക്സ്. ഇനി ഇവിടെയായിട്ട് ഈ ഗ്യാസിനെ നമ്മൾ കംപ്രസിബിൾ ഫ്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ലിക്വിഡും അതേപോലെ ഗ്യാസും എടുക്കുക. ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഗ്യാസസിനെയും ലിക്വിഡിനെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വോളിയത്തിൽ അപ്രീഷ്യബിളായിട്ട് ചേഞ്ച് ഉണ്ടാവുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് ബീക്കർ എടുക്കുക. ഈ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് ബീക്കർ കൺസിഡർ ചെയ്യുക. രണ്ടിലും ഒന്നിൽ ലിക്വിഡാണ്, മറ്റൊന്നിൽ ഗ്യാസ് ആണ്. ഓക്കെ, ഇനി ഇത് രണ്ടിൻ്റെയും വോളിയം രണ്ടിലെയും സെയിം ആണ്, അതേപോലെ മാസും സെയിം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് ബീക്കറിലായിട്ട് ഒന്നിൽ ലിക്വിഡും മറ്റൊന്നിൽ ഗ്യാസുമാണ്. രണ്ടിൻ്റെയും മാസും വോളിയവും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഈ രണ്ട് ബീക്കറിലും ഓരോ പിസ്റ്റൺ വീതം നമ്മൾ പ്ലേസ് ചെയ്തെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യണം, സെയിം എമൗണ്ട് ഫോഴ്സ്. അതായത് രണ്ട് ബീക്കറുകളിലേക്കും നമ്മൾ സെയിം എമൗണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തു. എന്താ സംഭവിക്കുക? നമുക്കറിയാം, നമ്മളുടെ ഒരു ലോജിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഗ്യാസ് ഉള്ള ഭാഗത്ത് അല്ലെങ്കിൽ ബീക്കറിൽ കൂടുതലായിട്ട് പിസ്റ്റൺ താഴേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. അതേസമയത്ത് ലിക്വിഡിൽ വലിയ രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കില്ല. അപ്പോൾ അതിനർത്ഥം ലിക്വിഡിൽ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല, അതേസമയത്തിൽ വോളിയം അപ്രീഷ്യബിളായിട്ട് ചേഞ്ച് ചെയ്യില്ല. അതേസമയത്ത് ഗ്യാസിൽ വലിയ രീതിയിൽ വോളിയത്തിനകത്ത് ചേഞ്ച് ഉണ്ടാവും. സോ ഡെൻസിറ്റിക്ക് എന്താ സംഭവിക്കുക? ഡെൻസിറ്റി ഇവിടെ വേരി ചെയ്യും. കാരണം ലിക്വിഡിനകത്തും ഗ്യാസസിനകത്തും മാസ് സെയിം ആണ്, പക്ഷേ വോളിയം എന്ത് ചെയ്യണം? ആദ്യത്തെ കേസിൽ, ലിക്വിഡിൻ്റെ കേസിൽ അപ്രീഷ്യബിളായിട്ട് ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് ഡെൻസിറ്റി ആദ്യം ഉള്ളത് തന്നെയായിരിക്കും ഫൈനലി ഉള്ളത്. അതേസമയത്ത് ഗ്യാസിൻ്റെ കേസിൽ വോളിയം കുറയുകയാണ്. അപ്പോൾ ഡെൻസിറ്റി അതനുസരിച്ച് എന്ത് ചെയ്യും? വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഗ്യാസിനകത്ത് ഡെൻസിറ്റി വേരി ചെയ്യുന്നുണ്ട്, ലിക്വിഡിനകത്ത് ഡെൻസിറ്റി വേരി ചെയ്യുന്നില്ല, അപ്രീഷ്യബിളായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട് കംപ്രസിബിൾ ഫ്ലോയും ഇൻകംപ്രസിബിൾ ഫ്ലോയും. അതായത് ഒരു ഫ്ലോ നടക്കുമ്പോൾ ഡെൻസിറ്റി വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഫ്ലോയാണ് കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയാം. അതേസമയത്ത് ഡെൻസിറ്റി വേരി ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ലിക്വിഡ് എന്നുള്ളത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡും ഗ്യാസ് എന്ന് പറഞ്ഞാൽ കംപ്രസിബിൾ ഫ്ലൂയിഡുമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഗ്യാസ് ഡൈനാമിക്സിനെ നമ്മൾക്ക് കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ ഡൈനാമിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗ്യാസ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയാം. ഓക്കെ, ഗ്യാസ് എന്നുള്ള ടേം മാറ്റിയിട്ട് നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്നുള്ളത് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുന്നത്? കംപ്രസിബിൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഡൈനാമിക്സ് എന്നുള്ളത് ഫ്ലോ ആക്കി മാറ്റുക. ഫ്ലോ ഡൈനാമിക്സ് എന്ന് വെച്ചാൽ ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നുള്ളതായിട്ടും വരും. അപ്പോൾ ഗ്യാസ് ഡൈനാമിക്സിന് പറയുന്ന മറ്റൊരു പേരാണ് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ. കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്, ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡൈനാമിക്സ്. അപ്പോൾ ഈ രീതിയിലാണ് ഗ്യാസ് ഡൈനാമിക്സിനെ മറ്റൊരു രീതിയിൽ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയത്ത് ഹൈഡ്രോ ഡൈനാമിക്സ് നമുക്ക് ഇൻകംപ്രസിബിൾ എയറോ ഡൈനാമിക്സ് എന്ന് പറയാം. കാരണം അവിടെ ഡെൻസിറ്റി വലിയ രീതിയിൽ ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ടു കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ. നേരത്തെ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ദി സബ്ജക്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്യാസ് ഡൈനാമിക്സ്. അപ്പോൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിനെ പറയുന്ന മറ്റൊരു പേരാണ് ഗ്യാസ് ഡൈനാമിക്സ്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ഇതിന് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് വിച്ച് ഡീൽസ് വിത്ത് കോസസ് ആൻഡ് ഇഫക്ട്സ് ഓഫ് ഗ്യാസ് ഫ്ലോസ്. അപ്പോൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ അല്ലെങ്കിൽ ഗ്യാസ് ഡൈനാമിക്സിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാസസിൽ ഫോഴ്സും അതിൻ്റെ ഇഫക്ട്സും ആണ് നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ അല്ലെങ്കിൽ ഗ്യാസ് ഡൈനാമിക്സിൽ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഡീൽസ് വിത്ത് അനാലിസിസ് ഓഫ് ബോത്ത് ഡൈനാമിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ് ഓഫ് ഗ്യാസ് ഫ്ലോസ്. അതായത് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ നമ്മൾക്ക് ഡൈനാമിക്സും ഉണ്ട്, അതേപോലെ അല്ലെങ്കിൽ മെക്കാനിക്സും ഉണ്ട്, തെർമോഡൈനാമിക്സും ഉണ്ട്. ഈ ഒരു പോയിന്റ് നമ്മൾക്ക് പിന്നീട് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളിത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഡൈനാമിക്സ് പോർഷൻ മാത്രമല്ല ഡീൽ ചെയ്യേണ്ടത്, ഡൈനാമിക്സ് പോർഷൻ കൂടി നമ്മൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും.
നെക്സ്റ്റ് വൺ, ഈ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നുള്ള സബ്ജക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണെന്നുള്ളതാണ്. അതാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഹൈ സ്പീഡ് എയറോഡൈനാമിക്സ്, റോക്കറ്റ് ആൻഡ് മിസൈൽ പ്രൊപ്പൽഷൻ, സ്റ്റീം ആൻഡ് ഗ്യാസ് ടർബൈൻ, ഹൈ സ്പീഡ് ടർബോ കംപ്രസേഴ്സ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്. നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പ്രധാനമായിട്ടും ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും ഡീൽ ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനുണ്ട്. ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി ആൻഡ് വിസ്കോസിറ്റി. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് നമുക്ക് പ്രധാനമായിട്ടും ഡീൽ ചെയ്യാനുള്ളത്. ഈ നെക്സ്റ്റ് വൺ, ഈ ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നുള്ള സബ്ജക്റ്റിനെ ഗവേൺ ചെയ്യുന്നത് 4 ലോസ് ആണ്. അതാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. നമ്മൾ ഇതിനു മുന്നേ ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. നെക്സ്റ്റ് വൺ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അതായത് മൊമെന്റം ഇക്വേഷൻ. ഫോഴ്സ് ഈക്വൽ ടു മാസിന്റെ ആക്സലറേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെയിം ആണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, മൊമെന്റം ഇക്വേഷൻ എന്ന് പറയും. ഇനി നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതിനെയാണ് എനർജി ഇക്വേഷൻ. അതിനെ കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ള രീതിയിലും പറയാറുണ്ട്. ഇനി അടുത്ത വൺ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതായത് എൻട്രോപ്പി ഇക്വേഷൻ. അപ്പോൾ ഈ 4 ലോസ് ആണ് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഗവേണിംഗ് ലോസ് ആയിട്ട് അല്ലെങ്കിൽ ഗവേണിംഗ് ഇക്വേഷൻസ് ആയിട്ട് വരുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 എണ്ണം, അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷനും മൊമെന്റം ഇക്വേഷനും മെക്കാനിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ലോസ് ആണ്. അതേസമയത്ത് എനർജി ഇക്വേഷനും എൻട്രോപ്പി ഇക്വേഷനും തെർമോഡൈനാമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ആണ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നുള്ള സബ്ജക്റ്റ് പ്രധാനമായിട്ടും ഡൈനാമിക്സും വരും, അതേപോലെ തെർമോഡൈനാമിക്സും വരും. ഓക്കെ. ഈ നെക്സ്റ്റ് വൺ, കൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം. അപ്പോൾ ഇത് ഈ ഒരു പോർഷനിൽ നിന്നാണ് സിലബസ് നമുക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ് കണ്ടിന്യൂം കൺസെപ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു ആക്ച്വൽ മെറ്റീരിയലിൻ്റെ ഫിഗറും റൈറ്റ് സൈഡിൽ ഒരു ഐഡിയൽ മെറ്റീരിയലിൻ്റെ ഫിഗറുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഏതൊരു മെറ്റീരിയലിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ആറ്റംസ്. അപ്പോൾ ആറ്റംസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന പൊസിഷൻസ് ആണ് ആറ്റോമിക് സൈറ്റുകൾ അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റുകൾ. അപ്പോൾ ലാറ്റിസ് പോയിന്റുകൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം ആറ്റംസിനിടയിലായിട്ട് വോയിഡ് ഉണ്ടാവും അല്ലേ. അതാണ് ഇവിടെ ഈ ഒരു രീതിയിൽ കാണിച്ചിരിക്കുന്നത്. അതായത് വൈറ്റ് കളറിൽ കാണുന്നതാണ് വോയിഡ്സ്. അപ്പോൾ ഒരു ആക്ച്വൽ മെറ്റീരിയലിൽ വോയിഡ്സും ഉണ്ടാവും, ആറ്റോമിക് പൊസിഷൻസും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ രീതിയിൽ വോയിഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക, പ്രോപ്പർട്ടീസിൽ ഓരോ പോയിന്റുകളിലും വ്യത്യാസം വരും. അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യണം അല്ലെങ്കിൽ ഡെൻസിറ്റി മെഷർ ചെയ്യണമെന്ന് വിചാരിക്കുക. അത് ആറ്റം ഉള്ള ഭാഗത്ത് ഒരു വാല്യൂ കാണിക്കും, അതായത് ഡെൻസിറ്റിക്ക് ഒരു വാല്യൂ കാണിക്കുമ്പോൾ വോയിഡ് ഉള്ള ഭാഗത്ത് മറ്റൊരു വാല്യൂ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഈ രീതിയിൽ പ്രോപ്പർട്ടീസ് ഓരോ ഭാഗത്ത് ഓരോന്നായിരിക്കും കാണിക്കുക. അതേ സമയത്ത് ഇവിടെ ആയിട്ട് ഒരു ഐഡിയൽ മെറ്റീരിയൽ കാണിച്ചിട്ടുണ്ട്. ഈ ഐഡിയൽ മെറ്റീരിയൽ ഒരു ആക്ച്വൽ കൺസെപ്റ്റ് അല്ല, ആക്ച്വൽ കേസ് അല്ല, അതൊരു ഐഡിയൽ കേസാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മെറ്റീരിയലിൽ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ മാറ്റർ അടങ്ങിയിരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യും, അതായത് വോയിഡ് ഇല്ലെന്ന് കൺസിഡർ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, ഏതൊരു പോയിന്റ് എടുത്താലും ഒരേപോലുള്ള ഡെൻസിറ്റിയും മറ്റു പ്രോപ്പർട്ടീസും കാണിക്കും. ഇതിനെയാണ് ഐഡിയൽ മെറ്റീരിയൽ എന്ന് പറയാം. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു മെറ്റീരിയലിൽ ത്രൂ ഔട്ട് ആയിട്ട് യൂണിഫോം ആയിട്ട് മാറ്ററിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഈ സെന്റൻസ് എല്ലാം നിങ്ങൾ വായിച്ചോളൂ. ഈ ഒരു സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ്. ദി ബോഡി ഈസ് അസ്യൂംഡ് ടു കൺസിസ്റ്റ് ഓഫ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ കണ്ടിന്യൂം കൺസെപ്റ്റ് എന്താണെന്നുള്ളത് പറയുക. അതായത് നമ്മൾ കൺസിഡർ ചെയ്യാണ്, ആക്ച്വലി അങ്ങനെയല്ല, പക്ഷേ നമ്മളുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു മെറ്റീരിയലിൽ ത്രൂ ഔട്ട് ആയിട്ട് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം. ഇനി ഇതായിട്ട് ബന്ധപ്പെട്ട, അതായത് കൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ മാട്രീസ്, അതായത് ഗ്യാസിന്റെ കേസാണ് ഇവിടെ ഈ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഗ്യാസസിനകത്ത് നേരത്തെ കാണിച്ചത് ആറ്റോമിക് പോയിന്റുകളും മറ്റുള്ളത് സോളിഡ്സിലാണ്. അതായത് സമയത്ത് ഗ്യാസ് എടുക്കുമ്പോൾ നമുക്കറിയാം ഗ്യാസിനകത്ത് ഈച്ച് ആൻഡ് എവരി മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റംസ് എന്തായിരിക്കും, മൂവിങ് ആയിരിക്കും. അപ്പോൾ അതിൽ ആറ്റംസിന് ഒരു പ്രത്യേക പൊസിഷൻ പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിലാകുമ്പോൾ നമ്മൾക്ക് കണ്ടിന്യൂം കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട്, നമ്മളുടെ സ്റ്റഡിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് കണ്ടിന്യൂം കൺസെപ്റ്റ് ആണ്. അതായത് ഗ്യാസിൻ്റെ കേസിലും
അത് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന സ്പേസിൽ ആറ്റംസ് എല്ലാ സ്ഥലത്തും യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഇതിനെയാണ് ഗ്യാസിന്റെ കേസിൽ കണ്ടിന്യൂ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Matter is made up of atoms that are widely spaced in the gas phase. Yet it is very convenient to disregard atomic nature of substance and view it as a continuous homogeneous matter with no voids, that is continuum. അതായത് ഗ്യാസ് ഡൈനാമിക്സിൽ സ്റ്റഡി കുറേയും കൂടി എളുപ്പമാക്കാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണത് എല്ലാ ഭാഗത്തും മാറ്റർ ഒരേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഹോമോജീനിയസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഇനി കണ്ടിന്യൂ കൺസെപ്റ്റ് അനുസരിച്ച് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ പോയിന്റുകളിലും എന്താണ് സെയിം ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. എല്ലാ പോയിന്റുകളും മാത്രമല്ല, വിത്ത് റെസ്പെക്ട് ടു ടൈമും വിത്ത് റെസ്പെക്ട് ടു സ്പേസും എല്ലാ പോയിന്റുകളിലും ഒരേ വാല്യൂസ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസെപ്റ്റ് ചെയ്യണത്. അപ്പോൾ continuum approach, fluid properties such as density, viscosity, thermal conductivity, temperature, etc. can be expressed as continuous function of space and time. ഇനി നെക്സ്റ്റ് വൺ, ഈ ഒരു ഫിഗറിൽ നമ്മൾ കുറേയും കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഒരു ഫിഗർ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഇതിലൊരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ y ആക്സിസിൽ ഡെൻസിറ്റിയും എക്സ് ആക്സിസിൽ വോളിയവുമാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ നോക്കാം. ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഈ സിസ്റ്റത്തിൻ്റെ ഡെൻസിറ്റി റോ നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. ഡെൻസിറ്റി മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം, ഈ സിസ്റ്റത്തിലുള്ള ഗ്യാസിൻ്റെ മാസും അതേപോലെ വോളിയം അറിയണം അല്ലേ. അപ്പോൾ മാസ് ബൈ വോളിയം ചെയ്താൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ എന്ത് കിട്ടും, ഡെൻസിറ്റി കിട്ടും. അതാണ് ഇവിടെ എഴുതിയത്, മാസ് ബൈ വോളിയം. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ വളരെ ചെറിയൊരു ഭാഗത്ത് നമ്മൾ ഇവിടെ ആയിട്ട് ചെറിയൊരു വോളിയം നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, എന്നിട്ട് അവിടുത്തെ ഡെൻസിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡെൻസിറ്റി നമുക്ക് ആ ഭാഗത്തുള്ള ഡെൻസിറ്റിനെ നമുക്ക് ഡി റോ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഡി റോ, ചെറിയൊരു ഡെൻസിറ്റി ഡി റോ. അതെന്തായിരിക്കും, ആ ചെറിയൊരു വോളിയത്തിൻ്റെ ഉള്ളിലുള്ള മാസ് ഡിവൈഡഡ് ബൈ ആ വോളിയം. അതായത് അതിനുള്ളിലുള്ള മാസ് നമുക്ക് ഡി എന്ന് വിളിക്കാം, ഡിവൈഡഡ് ബൈ എന്ത്, ഡി വി. ഡി വി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു സ്പേസിൻ്റെ വോളിയമാണ് ഡി വി. അതേസമയത്ത് അതിനുള്ളിലുള്ള ഗ്യാസിൻ്റെ മാസാണ് ഡി എം. ആ രീതിയിൽ നമ്മൾക്ക് ഇതിനുള്ളിലുള്ള ഡെൻസിറ്റിയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്മളുടെ തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അതായത് അത് മാസിന് എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ, അതായത് ഈ സിസ്റ്റം ഫുള്ളായിട്ട് എടുത്താലും ഇതിനുള്ളിലൊരു ചെറിയൊരു ഭാഗത്ത് എടുത്താലും ഡെൻസിറ്റി എന്തായിരിക്കണം, സെയിം ആയിട്ട് വരണം. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ചെറിയൊരു വോളിയം നമ്മൾ കൺസിഡർ ചെയ്തല്ലോ, അതിൻ്റെ മാസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഇതിനുള്ളിൽ ഗ്യാസസ് ആണ് അല്ലേ, ഗ്യാസാണ് നമ്മൾ കൺസിഡർ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വോളിയത്തിനുള്ളിലുള്ള ഗ്യാസ് ഒരേ ഗ്യാസ് ആണെന്ന് വിചാരിക്കുക, അതായത് ഓക്സിജൻ ആണെന്ന് മാത്രം വിചാരിക്കാം. നമുക്കറിയാം ഓക്സിജൻ്റെ ആറ്റോമിക് വെയിറ്റ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിലുള്ള മാസ് കണ്ടെത്താനായിട്ട് ഇതിൻ്റെ ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് ഇസഡ് ആണെന്ന് വിചാരിക്കുക. അതിന് ഇൻറ്റു ആ ഒരു വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾ വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഞാനൊന്നും കൂടി പറയാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു വോളിയത്തിലെ മാസ് കിട്ടാനായിട്ട് നമ്മൾ ഒരു ഗ്യാസിൻ്റെ ആറ്റോമിക് വെയ്റ്റിനെ ആ ഒരു ചെറിയ വോളിയത്തിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിനുള്ളിലുള്ള മാസ് കിട്ടും, ഡി എം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡി എം ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഡെൻസിറ്റി കാണാനായിട്ട് നമ്മൾ ഡി എം ഈ രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇനി അടുത്ത നമുക്ക് അറിയേണ്ടത് ഡി വി. ഡി വി നമ്മളായിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സോ ഡി വി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഡി എമ്മും ഡി വിയും അറിയാം, നമുക്ക് ഡി റോ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ വോളിയം, അതായത് നേരത്തെ കൺസിഡർ ചെയ്തത് ഡി വി ആണ്, നമ്മൾ ഇതിൻ്റെ വോളിയം ഇതിനുള്ളിലും അതിനേക്കാൾ ചെറിയൊരു വോളിയം നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ഈ ഒരു കാണിച്ചിരിക്കുന്നതിനേക്കാളും ചെറിയൊരു വോളിയം നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഡെൻസിറ്റി കൂടി എന്ത് ചെയ്യുക, ഈ രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്തതു, ഇപ്പോൾ നേരത്തെ കൺസിഡർ ചെയ്ത ഡി വിയേക്കാളും ചെറിയൊരു വോളിയം കൺസിഡർ ചെയ്തു. എന്നിട്ട് ആ ഒരു വോളിയത്തിനുള്ളിലുള്ള ഡെൻസിറ്റി നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ഡെൻസിറ്റി ചിലപ്പോൾ വേരി ചെയ്യാം. അതായത് വേറൊന്നുമില്ല, ഇപ്പോൾ ചെറിയൊരു വോളിയം ആകുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഞാനൊരു ഫിഗർ വരയ്ക്കാം. ഇതാണ് ഇവിടെ നമ്മൾ ഈ റെഡ് മാർക്കിൽ കാണിച്ചിരിക്കുന്ന ചെറിയ വോളിയം ഇതെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഇതിൻ്റെ
ഇസഡ് നമുക്ക് അറിയാവുന്നതാണ്, ഓക്സിജൻ്റെ ഇസഡ് അറിയാം. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെത്തണം. ഒരു പർട്ടിക്കുലർ നിമിഷത്തിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഇതിനുള്ളിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എടുക്കുമ്പോൾ സപ്പോസ് ഒരു 10 എണ്ണം വന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും മാസ് എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ വാല്യൂ നമുക്കറിയാൻ പറ്റും × 10. ഓക്കെ, അതേസമയത്ത് കുറേ ടൈം കഴിഞ്ഞ് വീണ്ടും നമ്മൾ മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ ചിലപ്പോൾ അതിനുള്ളിൽ 8 മോളിക്യൂൾസേ വരാൻ സാധ്യതയുള്ളൂ. എന്താ കാര്യം? ഗ്യാസാണ്, ഗ്യാസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സമയത്ത് 10 മോളിക്യൂൾ ഇതിനുള്ളിൽ വരുമെങ്കിൽ അടുത്തൊരു സമയം ചിലപ്പോൾ 10നേക്കാൾ കൂടുതലോ കുറവോ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ആ സമയത്ത് സെയിം വോളിയത്തിൽ തന്നെ മാസ് എന്തായി മാറും? അത് കുറയും. കാരണം 8 മോളിക്യൂളേ ഉള്ളൂ. അപ്പോൾ ഇസഡ് × 8 എന്ന് വരും. അതനുസരിച്ച് മാസ് വേരി ചെയ്യും. അതനുസരിച്ച് ഈ ഒരു ചെറിയ വോളിയത്തിനുള്ളിലുള്ള ഡെൻസിറ്റിയും വേരി ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഈ രീതിയിൽ ഡെൻസിറ്റി പല പല രീതിയിലുള്ള വാല്യൂസ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ വോളിയം, അപ്പോൾ ഇതിൻ്റെ വോളിയം, അതായത് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത വോളിയം ചെറുതായിട്ടൊന്ന് വലുതാക്കുക. അതായത് വലിയൊരു വോളിയം, അതിനേക്കാൾ വലിയൊരു വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ആ ഒരു വലിയൊരു വോളിയത്തിനകത്തുള്ള മാസ് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഇതേപോലെ ഫ്ലക്ച്വേഷൻസ് ചിലപ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വോളിയം വർദ്ധിപ്പിക്കും. ഒരു പർട്ടിക്കുലർ ലെവൽ വരെ നമ്മളിങ്ങനെ വോളിയം വർദ്ധിച്ച് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ വോളിയം എത്തുമ്പോൾ ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് വേരി ചെയ്യാതെ ഉള്ള ഒരു കണ്ടീഷൻ വരും. അപ്പോൾ എന്താ സംഭവിക്കുക? DM അവിടെ വേരി ചെയ്യില്ല. ആ ഒരു വോളിയത്തിനുള്ളിൽ മാസ് എന്ത് ചെയ്യില്ല? വേരി ചെയ്യില്ല. മാസ് വേരി ചെയ്യില്ല. സോ ദാറ്റ് ഡെൻസിറ്റി എന്ത് ചെയ്യില്ല? വേരി ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു മിനിമം വോളിയം, അതായത് ആ മിനിമം വോളിയം മുതൽ താഴേക്കാണെങ്കിൽ, ആ വോളിയത്തിന് താഴേക്കാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനുള്ളിലുള്ള ഡെൻസിറ്റി എന്ത് ചെയ്യും? വേരി ചെയ്തുകൊണ്ടിരിക്കും. അതേസമയത്ത് ആ മിനിമം വോളിയം മുതൽ മേലേക്കുള്ള ഏതൊരു ഹയർ വോളിയത്തിലും ഡെൻസിറ്റി എന്ത് ചെയ്യില്ല? വേരി ചെയ്യില്ല. ഈ ഒരു വോളിയത്തിനെയാണ് കണ്ടിന്യൂം വോളിയം എന്ന് പറയാം. നമുക്കിനി ഈ ഫിഗറിലേക്ക് വരാം. ഈ ഫിഗറിൽ ഇവിടെ 2 കർവ് കാണാം. ഒന്ന് ഇവിടേക്കും ഒന്ന് താഴേക്കും. ഒന്ന് A മുതൽ എക്ക് ശേഷം ഇവിടേക്കുള്ളത് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ നോക്കുക, ഈ ഒരു ഡോട്ട് ലൈൻ കണ്ടല്ലോ, അതാണ് കണ്ടിന്യൂം വോളിയം. കണ്ടിന്യൂം വോളിയം മുതൽ റൈറ്റിലേക്ക്, അതായത് വോളിയം കണ്ടിന്യൂം വോളിയം മുതൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഡെൻസിറ്റി എന്ത് ചെയ്യില്ല? വേരി ചെയ്യില്ല. കാരണം ഡെൻസിറ്റി y ആക്സിസിലാണ്. സോ ഡെൻസിറ്റി A മുതൽ റൈറ്റിലേക്ക് വേരി ചെയ്യില്ല. അതേസമയത്ത് എക്ക് ലെഫ്റ്റിലേക്ക്, നമുക്കറിയാം എക്ക് ലെഫ്റ്റിലേക്ക് വരുമ്പോഴേക്കും കണ്ടിന്യൂം വോളിയത്തിലേക്കും ചെറുതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോളിയംസ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ സപ്പോസ് ഈ ഒരു പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. അവിടെ ഡെൻസിറ്റി എന്താവാം? ഇതും ആകാം, ഇതും ആകാം, അതായത് വേരി ചെയ്യാം. ഓക്കെ, സെയിം രീതിയിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റി ഇതോ ആവാനുള്ള സാധ്യത ഉണ്ട്. അതായത് വേരിയേഷൻസ് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനിടയിലുള്ള ഏതൊരു രീതിയിലും എന്ത് വരാം? ഈ ഒരു ഡെൻസിറ്റിയുടെ വാല്യൂസ് വേരി ചെയ്ത് വരാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കണ്ടിന്യൂം കൺസെപ്റ്റ് കുറേയും കൂടി ഗ്യാസിൻ്റെ കേസിൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ തെർമോഡൈനാമിക്സ് നോക്കിയതാണ്, എങ്കിലും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, റേറ്റ് ഇക്വേഷൻസ് ഫോർ എ കൺട്രോൾ വോളിയം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ അല്ലെങ്കിൽ ഗ്യാസ് ഡൈനാമിക്സിനെ ഗവേൺ ചെയ്യുന്ന 4 ലോസ് ഉണ്ട്. അതിനെയാണ് റേറ്റ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അത് ഓരോന്നും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ, മൊമെന്റം ഇക്വേഷൻ, എനർജി ഇക്വേഷൻ ആൻഡ് എൻട്രോപ്പി ഇക്വേഷൻ. താങ്ക് യു.